ജീവിതത്തിൽ ഓരോ ദിവസം കടന്നു പോകുമ്പം നമ്മൾ പലരും നഷ്ടപ്പെട്ടതിലാവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ നമ്മൾക്കുള്ളതിനെ തന്നെ വളർത്താനായിട്ട് കൃതജ്ഞത സഹായിക്കുന്നു. അതാണ് കൃതജ്ഞതയുടെ അതിമനോഹരമായ ശക്തി. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. കൃതജ്ഞത എന്നത് ഒരു വാക്ക് മാത്രമല്ല, അതൊരു ജീവിത ശൈലിയാണ്. നാം ശ്രദ്ധിക്കാതെ പോകുന്ന ചെറു ചെറു കാര്യങ്ങൾക്കായി നന്ദി പറയാനായിട്ട് തുടങ്ങുക. അതായത് ഒരു വ്യക്തിയുടെ ചിരിക്ക്, സൂര്യൻ്റെ ചൂടുള്ള കിരണങ്ങൾക്ക് എന്നിങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയുക. ദിനം തോറും നന്ദിയോടെ ആരംഭിക്കുക. നന്ദി വാക്കുകളിൽ മാത്രമല്ല, പ്രവൃത്തികളിലും ഉണ്ടാവണം. ഗ്രാറ്റിറ്റ്യൂഡ് ജീവിതത്തെ ഉടനടി മാറ്റില്ല, പക്ഷെ നമ്മൾ ജീവിതത്തെ കാണുന്ന രീതിയെ മാറ്റും. അതുതന്നെ വലിയ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരും. കൃതജ്ഞത ഇല്ലാത്തതിനല്ല ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് ഉള്ളതിനെയാണ്. ഇനി ഞാൻ പറയട്ടെ, കൃതജ്ഞത എന്തൊക്കെ തരത്തിലാണ് നമ്മളെ സഹായിക്കുക, എന്തൊക്കെ കാര്യങ്ങളിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ നമുക്ക് നോക്കാം. 1. ഗ്രാറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ്സ് യുവർ ഫോക്കസ്. കൃതജ്ഞത നമ്മുടെ ശ്രദ്ധ മാറ്റുന്നു. നമ്മിൽ ഇല്ലാത്തതിൽ നിന്ന് ഇപ്പോൾ ഉള്ളതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. എനിക്കില്ല എന്നതിന് പകരം എനിക്ക് ഉള്ളതിനായിട്ട് നന്ദി പറയാനായിട്ട് നോക്കുക. 2. ബൂസ്റ്റ് മെൻ്റൽ ഹെൽത്ത്. മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. കൃതജ്ഞത അമിത ചിന്ത, വിഷാദം എന്നിവയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. നന്ദി പറയുമ്പോൾ കൂടുതൽ സമാധാനവും ശക്തിയും നമ്മുടെ മനസ്സിനുണ്ടാവുന്നു. 3. ഇംപ്രൂവ്സ് റിലേഷൻഷിപ്സ്. നന്ദി പറയുന്നത് വിശ്വാസവും സ്നേഹവും വളർത്തുന്നു. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, നമുക്കുണ്ടായ അനുഭവങ്ങൾ, ഇതിലൊക്കെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. 4. എൻഹാൻസസ് സ്ലീപ്പ് ക്വാളിറ്റി. ഉറക്കത്തിന് മുൻപ് നന്ദി പറഞ്ഞുകൊണ്ട് ജേർണൽ എഴുതുക. ഇത് നമുക്ക് ലൈഫിൽ വളരെ പോസിറ്റിവിറ്റി നിറയ്ക്കാനായിട്ട് സഹായിക്കും. നമുക്കുള്ളതിൽ, നമുക്ക് കിട്ടിയ അനുഭവങ്ങളിൽ നമ്മൾ കൃതജ്ഞത കണ്ടെത്തുമ്പോൾ നമുക്കത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റമുണ്ടാകും. നല്ല ഉറക്കം ലഭിക്കും. പൂർണ്ണത നിറഞ്ഞ ദിവസം കിട്ടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇൻക്രീസ് റെസിലിയൻസ്. പ്രതിരോധശേഷി ഉയർത്തുന്നു. എന്ത് സാഹചര്യം ഉണ്ടായാലും ആ സാഹചര്യം നേരിടാൻ ആത്മവിശ്വാസം നൽകുന്നു. നന്ദി വേദന മറയ്ക്കാനല്ല, നമ്മുടെ ശക്തിയെ ഓർമ്മപ്പെടുത്താനായിട്ടാണ് നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ ശക്തിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ പിന്നെ നമ്മൾ വേദനയെക്കുറിച്ച് ചിന്തിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്ന് നോക്കാം. 1. സ്റ്റാർട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. എല്ലാ ദിവസവും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുന്ന ചെറുതോ വലുതോ ആയ 3 കാര്യങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ എ വാം കപ്പ് ഓഫ് ടീ, അല്ലെങ്കിൽ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഫ്രണ്ട്സ് കൈൻഡ് മെസ്സേജ് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ജേർണൽസ് എഴുതാവുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമായിക്കൊള്ളട്ടെ അതിനെല്ലാം നിങ്ങൾ നന്ദി പറയുക. അപ്പം നിങ്ങൾക്ക് കുറച്ച് പൈസ ചിലവാക്കാനായിട്ട് സാധിച്ചു, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചിലവാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നിങ്ങൾ അതിനും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. നിങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്കത് ചിലവാക്കാനായിട്ട് സാധിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ടാണ് വേറൊരു വ്യക്തിയെ സഹായിക്കാൻ സാധിച്ചത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജേർണലിനകത്ത് എഴുതാവുന്നതാണ്. 2. പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കുക. നമുക്ക് ലാക്കായിട്ടുള്ള ഇല്ലാത്ത കാര്യങ്ങളെ ശ്രദ്ധിക്കാതിരിക്കുക. 3. സേ താങ്ക് യു ഓഫൺ. ഗ്രാറ്റിറ്റ്യൂഡ് ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യുക. ആളുകളോട് നന്ദി പറയുക. അവർ ചെയ്തു തന്ന ഹെൽപ്പിന്, സപ്പോർട്ടിന്, അവരുടെ പ്രസൻസിന് നമ്മൾ നന്ദി പറയേണ്ടതുണ്ട്. 4. റിഫ്ലക്റ്റ് ഓൺ ചലഞ്ചസ്. നമുക്ക് നേരത്തെ ഉണ്ടായിട്ടുള്ള ചലഞ്ചസ് അതൊന്ന് ആലോചിക്കുക. അതിനുശേഷം അതിൽ നിന്നും നമ്മൾ പഠിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളെ ഓർത്ത് അതിന് നന്ദി പറയുക. 5. അപ്രീഷിയേറ്റ് സിമ്പിൾ ജോയ്സ്. ചെറിയ നിമിഷങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുക. അതിൽ നന്ദിയുള്ളവരായിരിക്കും. 6. റൈറ്റ് എ ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ. നമ്മുടെ ലൈഫിൽ നല്ല മാറ്റം കൊണ്ടുവരാൻ സഹായിച്ച വ്യക്തികൾക്ക് നന്ദി പറഞ്ഞ് ലെറ്റർ എഴുതുക. അത് സെൻഡ് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് എഴുതിയാൽ മതി. നമ്മുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനായിട്ട് ഇത് നമ്മെ സഹായിക്കും. 7. സെർവ് അതേഴ്സ്. നമുക്ക് പറ്റുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കുക. ഇപ്പോൾ ഒരു 10 രൂപയാണെങ്കിലും അത് കൊടുക്കുന്നതായാലും മതി. എനിക്കിത് കൊടുക്കാൻ സാധിച്ചു, ആ ഒരു 10 രൂപ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതിന് താങ്ക് യു പറയുക. 8. ഗ്രാറ്റിറ്റ്യൂഡ് ബിഫോർ സ്ലീപ്പ്. എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ആ ദിവസം സംഭവിച്ച നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഇത് സമാധാനമുള്ള മനസ്സ് പ്രദാനം ചെയ്യുന്നു. ഞാൻ മുമ്പും പറഞ്ഞിരുന്നു, ഉറങ്ങുന്നതിന് മുമ്പ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നതൊക്കെ നല്ലതാണെന്നുള്ളത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നല്ല ആഹാരം ലഭിച്ചതിന്, നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഡേ കിട്ടിയതിന്, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ സാധിച്ചതിന്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയാൻ സാധിക്കും. നമുക്ക് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് ബിഫോർ സ്ലീപ്പ് എന്നുള്ളത്. അവരെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടില്ലെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും ചെയ്യിപ്പിക്കാവുന്നതാണ്.
അത് വളരെയധികം മാറ്റം കുഞ്ഞിലെ തന്നെ കുഞ്ഞുങ്ങൾക്കുണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനുള്ള വഴികൾ എന്ന് പറയുന്നത്. കൃതജ്ഞത എന്താണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നറിയോ? ഇല്ലാത്തതിലേക്കല്ല, മറിച്ച് ഉള്ളതിലേക്കാണ്. അതായത് നമുക്ക് കിട്ടുന്ന ആഹാരമായിക്കോട്ടെ, നല്ല ഉറക്കം, കിടപ്പാടം, നല്ല ബന്ധങ്ങൾ, നല്ല അറിവുകൾ, നാം അനുഭവിക്കുന്ന സൗകര്യങ്ങൾ, അങ്ങനെ നമുക്കുള്ള എല്ലാറ്റിലും നന്ദിയുള്ളവരായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം വളരെ നിസ്സാരമെന്ന് തോന്നാം, പക്ഷേ ഈ ചെറിയ കാര്യങ്ങളിലാണ് ജീവിതത്തിൻ്റെ അർത്ഥം ഒളിഞ്ഞിരിക്കുന്നത്. കൃതജ്ഞത നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു, തലച്ചോറിൻ്റെ പോസിറ്റീവ് പാതകൾ ശക്തിപ്പെടുത്തുന്നു, ഉറക്കത്തിനും ആത്മവിശ്വാസത്തിനും ഊർജം നൽകുന്നു, നമ്മുടെ ബന്ധങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ദൈനംദിന ജീവിതത്തിൽ നന്ദിയോടെ ജീവിക്കാൻ പഠിക്കണം. ജീവിതം എല്ലാ ദിവസവും പൂർണ്ണമാകണമെന്നില്ല, പക്ഷെ ഓരോ ദിവസവും നന്ദിയോടെ കഴിയുമെന്ന് ഉറപ്പാക്കാം. വാട്ട് ആർ യു ഗ്രേറ്റ്ഫുൾ ഫോർ ടുഡേ? ഇന്ന് നിങ്ങൾ എന്തിലാണ് നന്ദിയുള്ളവരായിരിക്കുന്നത്? കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.